അപ്പോൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രേയസിൻ്റെ അച്ഛനാണ്. ഇത് ശ്രേയസിൻ്റെ അമ്മ. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ശ്രേയസിന് ചെറിയ ജലദോഷവും തൊണ്ടവേദനയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ആശുപത്രി വരെ ഒന്ന് പോവുകയാണ്. പോയിട്ട് ഇനി അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ പോകുമ്പോൾ അറിയാം. എന്തോ പറയാനുണ്ട് ജോർദാൻ? നമ്മൾ ജോർദാൻ എന്നാണ് അവനെ വിളിക്കുന്നത്. വീട്ടിൽ ജോർദാൻ എന്ന് വിളിക്കും. ശ്രേയസ് എന്നാണ് അവൻ്റെ ഒഫീഷ്യൽ നെയിം. കുറച്ച് പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ല. നല്ല ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു, തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. വഴിയിൽ വെച്ച് ടയർ ചെറിയ പണി തന്നു. പഞ്ചറല്ല, കാലത്ത് തന്നെ ആശുപത്രി പോകാനുള്ള പോക്കെല്ലാം പണി കിട്ടിയിരിക്കുകയാണ്. ടയർ പഞ്ചറാണ്. പഞ്ചർ തന്നെ പഞ്ചറാ? ഓ, പഞ്ചർ. എന്ത് ചെയ്യും ജോർദ? പഞ്ചറായി. തള്ളു, ഇറങ്ങി ജോർദ, ഇറങ്ങി തള്ളു. ഒരു സൈഡിൽ നിന്ന് നീ തള്ളു, ഒരു സൈഡിൽ നിന്ന് ഞാൻ തള്ളാം. എന്തരായി? ഒരിടത്ത് ഒട്ടിച്ചപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡ് അടുത്ത പണി. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മളെ കൊണ്ടുപോയി. ടീച്ചർ ചോദിച്ചു കമ്പ്യൂട്ടറിന്റെ പിതാവാണെന്ന്. കൂട്ടുകാരന്മാർക്ക് പറഞ്ഞത് കമ്പ്യൂട്ടർ ടീച്ചറാ, കമ്പ്യൂട്ടർ ടീച്ചർ. നീ അവരെയും കൂടെ തെറ്റിച്ച പിള്ളേർക്കും കൂടെ തെറ്റ് പറഞ്ഞു കൊടുത്താ? അമ്മമാരെന്ത് പറഞ്ഞു? പഞ്ചറൊക്കെ ഒട്ടിച്ച് രാവിലെ തന്നെ ലോട്ടറി അടിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോവാം. പണി വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണ്. പോവാം, തള്ളണ്ട. പോവാം. ഗവൺമെൻറ് ഹോസ്പിറ്റൽ പേരുക്കടയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മോനെ സ്ഥിരം ഇവിടെയാണ് കാണിക്കുന്നത്. നല്ല ട്രീറ്റ്മെൻറ്റാണ് അല്ലേ അച്ഛാ? പാസ് എടുക്കണം. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇനി പാസ് എടുത്തിട്ട് വേണം. ജോർദാൻ ഹോസ്പിറ്റലിലെത്തി. മാസ്ക് വെച്ചോ? ഒതുങ്ങി നിൽക്കും. നമ്മൾ OP എടുത്തിട്ട് പീഡിയാട്രിക് OP ഇവിടെയാണ് വരുന്നത്. ഡോക്ടറെ ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇരുന്നു. ക്യൂ ഉണ്ട്, കുറച്ച് ക്യൂ ഉണ്ട്. ഇവിടേക്ക് ചാച്ച അവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളിവിടെ ഇരിക്കുകയാണ്. കണ്ടോ ഡോക്ടറെ? കണ്ടോ? എന്ത് പറഞ്ഞു? ഇപ്പോൾ വെച്ച് ആവി പിടിക്കണം, ചുമക്കുള്ള മരുന്നുകളൊക്കെ സിട്രിസനും പാരസെറ്റമോളും മാത്രമേ ഉള്ളൂ. ഡോക്ടർ എന്തിനു പറഞ്ഞു? ഞാൻ എന്നോട് ചോദിച്ചു. പറഞ്ഞോ തൊണ്ടവേദനയുണ്ട്, ശരീരവേദന ഉണ്ടെന്നൊക്കെ. പനിയായിട്ടില്ല. ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉള്ളതായിരിക്കും. ചിലപ്പോൾ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, ചിലപ്പോൾ കുറയും. പനീര് പാരസെറ്റമോൾ കൂടെ വാങ്ങിച്ചു വെക്കാം രാത്രി. ചിലപ്പോൾ മരുന്നല്ല, ഗുളിക ആക്കിയടെ. ഗുളിക കഴിക്കാറായാ നീ? ഗുളിയൊക്കെ കഴിക്കാറായല്ലേ? പോവാം, നമുക്ക് മരുന്നും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങ് പോവല്ലേ? വയ്യ. കരിക്കിൻ്റെ വെള്ളം കൊടുക്കാൻ പറ്റുമോ അച്ഛാ? കരിക്ക് വെള്ളം ക്ഷീണം മാറാൻ.
അത് കൊടുത്താൽ ഛർദ്ദിച്ചത്. ഇനി നമ്മൾ മരുന്നും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. ഇനി മരുന്ന് വാങ്ങിക്കുന്ന സ്ഥലം വേറെ സ്ഥലമാണ്, ഇല്ല അങ്ങോട്ട് പോകാം. ഞാനും ജോർദാനും വെളിയിൽ വെയിലിരിക്കുകയാണ്. അച്ഛൻ മരുന്ന് വാങ്ങിക്കാൻ പോയി. കുറച്ച് ദിവസത്തേക്ക് പാട്ട് പാടാൻ പറ്റില്ലല്ലോ, തൊണ്ടതിനെടുക്കില്ല മാറും കേട്ടോ. കറക്റ്റാണ് മരുന്നൊക്കെ കഴിച്ചാൽ മതി. മാസത്തിന് കഴിയും, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും കേട്ടോ. അങ്ങനെ നമ്മളിന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ച് അല്ലേ. നമ്മളെ ഹോസ്പിറ്റൽ വ്ളോഗ് മൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. ജൂനിയറും ഏട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയണം അല്ലേ. വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവരും, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.